ഹലോ മക്കളെ, ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റായ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മനോഹരമായ ഒരു ഉത്സവത്തിൻ്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കനകച്ചിലങ്ക എന്ന യൂണിറ്റിൻ്റെ പേര് എഴുതിയതിൻ്റെ താഴെയായിട്ട് VT ഭാസ്കര പണിക്കരുടെ ഒരു വാചകം എഴുതിയതായി കാണാൻ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, നമ്മൾ അമ്മയെപ്പോലെയായി ഭാഷ. ഭാഷ ആദ്യം അമ്മ ചൊല്ലിത്തന്നതിനാൽ അമ്മയെപ്പോലെ ഭാഷയായി എന്ന് ഇവിടെ പറയുന്നുണ്ട്. VT ഭാസ്കർ പണിക്കരെക്കുറിച്ച് ഇവിടെ ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എഴുതി എടുത്തോളൂ. ഇവിടെ തുടക്കത്തിൽ കാക്കിരി പൂക്കിരി എന്നൊരു കവിത നമുക്ക് കാണാൻ കഴിയും. നമുക്കൊന്ന് പാടി നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പുകുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം. രാമകൃഷ്ണൻ കുമാരനെല്ലൂർ എഴുതിയ കവിതയാണിത്. ഇനി നമുക്ക് കവിതയിലെ ചോദ്യങ്ങൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്താം. ആദ്യത്തെ ചോദ്യം, താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. നിങ്ങൾ കൂട്ടുകാരുമൊത്ത് ക്ലാസ്സിൽ കവിത ചൊല്ലുമെന്നോ? രണ്ടാമത്തെ ചോദ്യം വായിക്കാം. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വരികൾ ഏതെല്ലാം? ആ വരികൾ കൊണ്ട് എന്തെല്ലാമാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ കാക്കിരി പൂക്കിരി എന്നിവയാണ്. ഈ വാക്കുകൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കാം. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. ഞാനിവിടെ കവിതയ്ക്ക് യോജിച്ച ചിത്രം നൽകിയതുപോലെ കുട്ടികളും ചിത്രം വരച്ച് മനോഹരമാക്കാൻ മറക്കല്ലേ. വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ വിഷയത്തിൻ്റെ ഇനി പ്രവർത്തനമാണ് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. കൂടാതെ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ബൈ.